ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാൻഡക്കിലോട്ട് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഒരു ഗുഡ് ന്യൂസാണ് എത്തിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ മാരുതിയുടെ കാറാണ് എടുക്കുന്നതെങ്കിൽ കോട്ടയം അടിച്ചുന്ന നെക്സൈഡ് ഫോർത്ത് കാർ എടുക്കാൻ നിങ്ങൾക്ക് ഒരു 5000 ഓഫർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ആക്സസറീസ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ഈ സാൻഡക്ക് എന്നുള്ളൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓഫർ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫോൺസിനെ പറ്റിയാണ്. വീഡിയോ ഒന്ന് നോക്കാം. കൂട്ടുകാരെ, അപ്പോൾ ഈ കാണുന്നതാണ് മാരുതിയുടെ ഫ്രോൺസ്. ഫ്രണ്ടിൽ നോക്കുമ്പം LED ഹെഡ് ലാംപ്സ്, അതുപോലെ തന്നെ LED DRL വരുന്നുണ്ട്. DRL തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നത്. പിന്നെ ഇതിൽ കിട്ടുന്ന ടയർ സൈസ് എന്ന് പറയുമ്പം 16 ഇഞ്ചിൻ്റെയാണ് ടയർ വരുന്നത്. അതും അലോയ് വീൽസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ കാറിൻ്റെ മെഷർമെൻറ്റ് നോക്കുവാണെങ്കിൽ ലെങ്ത് വരുമ്പോൾ 3995 mm, വിഡ്ത്ത് 1765 mm, ഹൈറ്റ് 1550 mm, വീൽ ബേസ് 2520 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ആണ് വരുന്നത്. അത് കാരണം അത്യാവശ്യം തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. കാറിൻ്റെ അടിഭാഗം തട്ടത്തൊന്നുമില്ല. പിന്നെ കാറിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പം ബൂട്ട് സ്പേസ് വരുന്നത് 308 ലിറ്റർ ആണ് വരുന്നത്. പിന്നെ ഫ്രോൺസിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലാണേലും നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണെങ്കിലും വരുന്നുണ്ട്. ഇത് ടെയിൽ ലാമ്പ് വരുമ്പം കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന ആണെങ്കിലും നമുക്ക് ഈ ഫ്രോൺസിൽ കിട്ടുന്നുണ്ടായിരുന്നു. മിറർ നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ് വരുന്നത്. ഈ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ നമുക്കൊരു ഡ്യുവൽ ടോൺ കളർ കാണാൻ പറ്റും. അതിപ്പം ഡാഷ്ബോർഡിലാണെങ്കിലും സീറ്റയിലാണെങ്കിലും ഡോർ പാടയിലാണെങ്കിലും ഒരു ഡ്യുവൽ ടോൺ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് 4 ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട്. 4 സ്പീക്കറും അതുപോലെ തന്നെ 2 ട്യൂട്ടറുമാണ് ഇതിൽ വരുന്നത്. ഡാഷ്ബോർഡ് നോക്കുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ബോണറ്റ് റിലീസ് ചെയ്യുന്ന സ്വിച്ച്, ഇതെല്ലാം തന്നെ ഡാഷ്ബോർഡിൽ വലത്തെ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് 7 ഇഞ്ചിൻ്റെ ആയിരിക്കും വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അതുപോലെ 12 വാൾട്ടിൻ്റെ നമുക്ക് USB ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ആ ഗിയറിൻ്റെ അവിടെയാണെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. സീറ്റ് വരുമ്പോൾ ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും പാസഞ്ചർ സീറ്റ് ആണെങ്കിലും 6 വേ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ റൂം ലാമ്പും മാപ്പ് ലാംപ്സ് ആണെങ്കിലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഫ്രോൺസിൽ കിട്ടുന്നുണ്ടായിരുന്നു. 5 സീറ്റ് കാറാണ് വരുന്നത്. നല്ല കപ്പിൾ സ്പേസ് ഒക്കെ ആണെങ്കിലും നല്ലപോലെ വരുന്നുണ്ട്. ഫ്രോൺസിലെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടിൽറ്റബിൾ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാറിൻ്റെ ബാക്കിലെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ബാക്കിൽ നമുക്ക് ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പക്ഷേ റിയർ AC വെൻറ്റ്സ് വരുന്നില്ല. പിന്നെ 3 പേർക്ക് നന്നായിട്ടിരിക്കാവുന്ന സ്പേസ് ബാക്കിൽ കിട്ടുന്നുണ്ടായിരുന്നു. സീറ്റ് വരുമ്പോൾ 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്ന സീറ്റാണ്. അതുപോലെ തന്നെ 4 സീറ്റിൽ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഈ ഒരു കാറിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും.